ഹായ് എവ്രി വൺ വെൽക്കം ടു ബിനി ടീച്ചേഴ്സ് സിംപ്ലി. കഴിഞ്ഞ 2 വീഡിയോസിൽ നൗൺ, പ്രോനൗൺ എന്താണെന്ന് പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് നൗൺ ആണ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് നൗൺസ്. ദേ ആർ കോമൺ നൗൺ ആൻഡ് പ്രോപ്പർ നൗൺ. അപ്പോൾ നൗൺ ഒരു നെയിമിംഗ് വേർഡാണെന്ന് പറഞ്ഞു. പ്രോനൗൺ നൗണിന് ഇൻസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണെന്ന് പറഞ്ഞു. ഇനി കോമൺ നൗൺ എന്താണെന്ന് നോക്കാം. എന്താണ് കോമൺ നൗൺ? എ കോമൺ നൗൺ ഈസ് എ ജനറൽ നെയിം. നമ്മൾ സാധാരണയായി പറയുന്ന പേര്, അതിനെയാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. വളരെ ജനറലായിട്ട് പറയുന്ന ഒരു വാക്ക്. ഫോർ എക്സാമ്പിൾ, ടീച്ചർ, സ്കൂൾ, സിറ്റി, ഇതൊക്കെ കോമൺ ആയിട്ട് പറയുന്ന പേരുകളാണ്. അതായത് ഇവിടെ ടീച്ചർ എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഏത് ടീച്ചറാണെന്നോ ടീച്ചറിൻ്റെ പേരെന്താണെന്നോ പറയുന്നില്ല. എല്ലാ ടീച്ചേഴ്സിനെയും നമ്മൾ ടീച്ചർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് സ്കൂൾ ആൻഡ് സിറ്റി. ഏത് സ്കൂളെന്നോ ഏത് സിറ്റി എന്നോ പറയുന്നില്ല. ഇനി അടുത്ത ടൈപ്പ് ഓഫ് നൗൺ എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. കോമൺ നൗൺ ഒരു പേരിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. പക്ഷേ പ്രോപ്പർ നൗൺ അങ്ങനെയല്ല. എ പ്രോപ്പർ നൗൺ ഈസ് എ സ്പെസിഫിക് നെയിം. ഒരു പേരിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നതിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അനു, കേരള, ഇന്ത്യ തുടങ്ങിയ പേരുകൾ. അതായത് അനു എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്. പക്ഷേ ഒരു ഗേൾ എന്നോ ഒരു സ്റ്റുഡൻ്റ് എന്നോ ഒരു കിഡ് എന്നോ എന്നൊക്കെ പറയുന്നത് അത് കോമൺ ആയിട്ട് പറയുന്ന പേരാണ്. സോ ടീച്ചർ ഈസ് എ കോമൺ നൗൺ ബട്ട് അനു ഈസ് എ പ്രോപ്പർ നൗൺ. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പറയുന്ന നൗൺ ആണ് അല്ലേ? ബട്ട് അനു എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. അനു എന്ന് പറയുന്ന ഒരു പ്രോപ്പർ നെയിമാണ്. അങ്ങനെ ഓർത്താൽ മതി. പിന്നെ സിറ്റി ഈസ് എ കോമൺ നൗൺ. സിറ്റി എന്ന് പറയുന്നത് പൊതുവെ പറയുന്ന ഒരു പേരാണ്. അതുകൊണ്ടാണ് അത് കോമൺ നൗൺ. ബട്ട് കേരള ഈസ് എ പ്രോപ്പർ നൗൺ. കേരള എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നെയിമാണ്. ഇനി ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ഒരു ടിപ്പുണ്ട്. പ്രോപ്പർ നൗൺസ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. പ്രോപ്പർ നൗൺ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.